നമ്മുടെ ചാനലിൽ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ മീൻ പൊള്ളിച്ചതാണ്. ഇവിടെ നിന്ന് എടുത്തിരിക്കുന്നത് 3 കുട്ടിച്ചൂരയാണ്. ഈ ഇടികല്ലിൽ ഇടിച്ച് ചതച്ചാണ് നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇന്ന് എടുക്കുന്നത്. ആദ്യം ഒരു കഷ്ണം ഇഞ്ചി കഴുകി വൃത്തിയാക്കി ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു 12 അല്ലി വെളുത്തുള്ളി എടുത്ത് കഴുകി വൃത്തിയാക്കി ചതച്ചെടുക്കുക. കുഞ്ഞുള്ളി എടുക്കുക, ഇതുപോലെ ചതച്ചെടുക്കുക. ഒപ്പം 3 പച്ചമുളക് എടുക്കുക, അതിനൊപ്പം തന്നെ ചതച്ച് വയ്ക്കുക. കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചൂര മീനിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം കൂട് തയ്യാറാക്കാൻ. ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി ഇവയെല്ലാം തന്നെ എടുത്ത് മിക്സ് ചെയ്യുക. ഇതിനോടൊപ്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടിൻ്റെ ഒരല്പം കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് മീനിലേക്ക് നന്നായിട്ട് പുരട്ടി അരമണിക്കൂർ മാറ്റി വയ്ക്കുക. ഒരു പാൻ എടുക്കുക. ഞങ്ങളിവിടെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് എണ്ണ ഒഴിക്കുക. കറിവേപ്പില മീൻ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക. മീൻ ഒരുപാട് വെന്ത് മൂപ്പ് എത്തണമെന്നില്ല, 3/4 വേവ് മതിയായിരിക്കും. അപ്പോൾ നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുക. കറിവേപ്പില, ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് ഇവ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക. അരപ്പിൽ ചേർത്ത് അതേ കുട്ടമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ഇതിലും ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം മല്ലിയില, കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. ശേഷം ഒരു ഫോയിൽ പേപ്പർ എടുക്കുക. അതിനകത്തേക്ക് വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ വാഴയില വെക്കുക. അതിനകത്തേക്ക് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലായിട്ടുള്ള വയനയില വെച്ച് കൊടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഈ മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കുക. അതൊന്ന് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഈ വറുത്തെടുത്ത മീൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കി മസാലക്കൂട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ 2 വയണയിൽ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇനി പാക്കിംഗ് ആണ്. നന്നായിട്ട് പൊതിഞ്ഞതിന് ശേഷം തവയിലേക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ ചൂട് കൊടുക്കുക. 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പൊതി വെളിയിലേക്ക് എടുക്കാം. ഈ പൊതി പൊളിക്കുമ്പോൾ രുചിയുടെ ഒരു പ്രത്യേക വാസന നമുക്ക് ഫീൽ ചെയ്യും. വാഴയിലയുടെയും വയണയിലയുടെയും ആ ഒരു പ്രത്യേക വാടിയ സ്മെല്ലും അതോടൊപ്പം തന്നെ നമ്മുടെ ആ മസാലക്കൂട്ടിൻ്റെ പ്രത്യേകം സ്മെല്ലും ഒക്കെ തന്നെ ഈ ഒരു ഡിഷിന് വളരെയധികം സ്വാദ് കൊടുക്കുന്നതാണ്. ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചിയേറിയ ഒരു ഡിഷ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്